ഇവിടെ വരട്ടെ ഇങ്ങോട്ട്. ഇതിങ്ങനെ കുഞ്ഞുങ്ങളോട് രണ്ട് വിധത്തിൽ പെരുമാറുന്നത് നമ്മളറിയണ്ടോ? മിഠായി അവൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലേ ഉള്ളു പറഞ്ഞപ്പോ. ഇതിനിപ്പോ എന്തെങ്കിലും പ്രശ്നം കൊച്ചിൻ്റെ അടുത്ത് കൊച്ചു മടിയിരിക്കുമ്പോൾ കൊച്ചിനെ മാറ്റി എടുത്തുക, അവൾക്ക് മുട്ടായി കൊടുക്കാതിരിക്കുക, അവൾക്ക് മാത്രം മുട്ടായി കൊടുക്കാതിരിക്കുക, എവിടെ ചായ ഇട്ടപ്പോൾ നിന്റെ ചായ എനിക്ക് വേണ്ടാന്ന് പറയുക, വീട്ടിൽ കയറാതെ പോവുക. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തേ? ഇങ്ങോട്ട് വരട്ടെ, ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. നിങ്ങൾ എന്താണ് എല്ലാവരും കൂടെ അമ്മാവിൻ്റെ അടുത്ത് ചോദിക്കാനിരിക്കുന്നത്? പിന്നെ അമ്മാവി കാണിച്ച മോശമല്ലേ? ഒരു മോശക്കേടുമല്ല. 10 തലയുള്ള രാവണൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇച്ചിരി വൈകിട്ടാണെങ്കിൽ ആ മനുഷ്യനത് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളാരും ചോദിക്കാനൊന്നും ഇരിക്കണ്ട. വരട്ടെ അമ്മാവനെ വന്നിട്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്തായി പറയുന്നത്? ഞാൻ പറയണത് എന്താണ്? മലയാളം. അമ്മാവൻ ഇന്ന് വരെ ഇങ്ങനെ പെരുമാറിട്ടില്ല നമ്മളോട്, പ്രത്യേകിച്ച് എന്നോടോ അല്ലെങ്കിൽ ജമന്തിയോടോ അങ്ങനെ പെരുമാറിട്ടില്ല. ഇല്ല. ഇപ്പൊ ഒരു കൊച്ചു വന്നപ്പോ ആ കൊച്ചിനോട് സ്നേഹം കാണിക്കേണ്ട മനുഷ്യനല്ലേ ഇന്ന് ആ മനുഷ്യൻ എങ്ങനെ കാണിച്ചത്? വലിയ കാര്യമായിരുന്നു. അതാണ് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ അവർക്കത് തോന്നുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഞാൻ പറയില്ലേ, ഇനിയിപ്പോൾ ഇരിക്കുന്ന ഓരോരുത്തർ ക്രമേണ മനസ്സിലാക്കി വരും. പക്ഷേ നീ പൊട്ടായി, ബുദ്ധിയില്ലല്ലോ. നീ ഏറ്റവും ഒടുവിലേ മനസ്സിലാക്കുള്ളൂ. അതിനു വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അവളിപ്പോ എന്താ ചെയ്ത്? അത് അമ്മാവും വരട്ടെ. കൊച്ചു കേൾക്കും. അല്ല അവളെന്ത് ചെയ്തിട്ടേ? നിങ്ങൾ ആദ്യം ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നേ മുട്ടുകാല് ഊരി. എനിക്ക് എൻ്റെ അമ്മാവനെ കണ്ട് അമ്മാവനെ ഒന്ന് കൈ കൊടുത്തിട്ട് വേണം എനിക്ക് ഇരിക്കാൻ, ഇല്ലാതെ എനിക്ക് ഇത് പറയില്ല. നല്ല പരിപാടി ഉള്ളത്. അമ്മോ എല്ലാരും കൂടെ എന്നെ അങ്ങ് കൊല്ലാന്ന് എല്ലാരും കൂടെ ചോദിച്ചിട്ട് അമ്മ വാ 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 വരണം. മക്കളെവിടെ? മോളൂ, തക്കളിമോളെ നിന്നെ വിളിക്കുന്നടി അമ്മാവൻ. നല്ലുമോളൂ, എവിടെ നല്ല കുട്ടി? എവിടെ അപ്പൂപ്പന്റെ? വാ വാ വാ, അപ്പൂപ്പന്റെ ചക്കര കുട്ടിക്ക് തക്കളി മോക്ക്. നിക്കട്ടോ, നിക്ക്. ആ ഇത് നല്ല മോൾക്ക്, ഇത് തക്കളി കുട്ടിക്ക്. ഇത് നല്ല പൂവുള്ള ഉടുപ്പാട്ടാ. അപ്പൊ ഇവിടെ കുട്ടിയുടെ മണ്ണാടി പോയി പഠിച്ചോളി. ഉടുപ്പിട്ട് നോക്ക് കേട്ടാ. ചെല്ലി കുട്ടികൾ ഈ വീടിന്റെ ഒരു ഐഡിയാണ്. ആ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കണം. നല്ല ചിക്കൻ കറി കൊടുക്കുന്നുണ്ട്. മോളെ നടി ഈ ചിക്കൻ കറി കൊടുത്ത് എല്ലാവർക്കും ചോറ് വിളമ്പിയേക്ക്. അതിന് എന്റെ കൈ കൊണ്ട് വിളമ്പിയാ വല്ലതും തിന്നുവോ? ഒരു അടി തന്നെ വിളമ്പി. രാവിലെ ചായ ചോദിച്ചപ്പോ വേണ്ടായിരുന്നല്ലോ. എപ്പോ പോടുന്നു? ചായ വേണമെങ്കിലല്ലേ കുടിക്കാ. ശരി ചെല്ലിട്ടാ. ആടാ ഉള്ളിക്കാ. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു നിലപാടില്ലാത്തൊരു അവതാരം. ചുമ്മാ അല്ല നിങ്ങളെ ഓന്തേന്ന് വിളിക്കുന്നത് ആൾക്കാർ. എന്ത് പ്രശ്നം? എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ എന്താണ് കാണിക്കുന്നത്? അല്ല, രാവിലെ മുതലില്ല, വൈകുന്നേരം മാത്രം ഒരു 2 എണ്ണം കഴിച്ചു. അല്ല അത് കുഴപ്പമില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്താ നടക്കുന്നത്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഊണ് കഴിക്കണു, സന്തോഷിക്കണു, അങ്ങനെയൊക്കെ അല്ലേ. രാവിലെ എന്തായിരുന്നു കുഴപ്പം? കാര്യം പറ. ഒരു കുഴപ്പമില്ലോ. കൊച്ചൊന്നും തള്ളിക്കളഞ്ഞു, അവള് ചായ ഇട്ടാ കുടിക്കൂല, അപ്പുറത്ത് ചായ കുടിക്കൂല, വീട്ടിൽ കയറൂല. എന്താ കാര്യം? എന്താ പറയാ? അല്ല അത് ഇതുവരെ അങ്ങനെ അല്ലായിരുന്നില്ല മാവേ. കണക നമ്മളൊക്കെ മനുഷ്യരല്ലടാ. ചില സമയത്ത് നമ്മൾ ചില രീതിയിൽ പെരുമാറും, ചില സമയത്ത് എല്ലാം മനസ്സിലാവുമ്പോൾ വേറെ രീതിയിൽ പെരുമാറും. അങ്ങനെയല്ലേ നമ്മള്. അതിനിപ്പോ എന്താ സംഭവിച്ചെന്ന് പറയൂ. അവരോടൊന്നും പറയില്ല എന്ന് പറ. അവൻ പറയാം, എൻ്റെ അടുത്തല്ലേ പറഞ്ഞു. നമ്മുടെ ബ്രോക്കർ നാണപ്പല്ലേ, അവൻ പറഞ്ഞു ഒരു 40 വയസ്സായ ഒരു കുട്ടിയുണ്ട്, കേസിട്ട് നമുക്ക് പോയൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ പ്രാവശ്യം പോയി നടക്കാറില്ലല്ലോ. അപ്പം കരുതി ഒരു ജോത്സ്യനെ കണ്ടിട്ട് നടക്കുമല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോയാൽ മതിയല്ലോ വെച്ചിട്ട് നമ്മുടെ ആ വീടിൻ്റെ വളവിലുള്ള പണിക്കരില്ലേ, അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞടാ, നിങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടില്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോണ്ടായി, കല്യാണം നടക്കില്ല.
അപ്പൊ കുറെ നാളത്തെ ഒരു ആഗ്രഹം പോയതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം? എടാ അവൾക്കൊരുത്തനായിട്ട് പ്രേമുണ്ടായിരുന്നടാ. ഇന്ന് വൈകുന്നേരം അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. അപ്പൊ ഈ കൊച്ചു വന്നോണ്ട് അത് മുടങ്ങോണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഇത് കല്യാണം ഉറപ്പിച്ചിട്ടാ പന്നി പോയെങ്കിലോ. ഈ മൂത്ത് നിറച്ച് ഈ പരുവായില്ലേ അമ്മാവ? ഈ കൊച്ചുകാരനാണോ നേരത്തുള്ള കല്യാണമൊക്കെ മുടങ്ങിയത്? അതാ ഞാൻ ഈ കൊച്ചെന്ത് ദ്രോഹം ചെയ്തു? ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ടേ അമ്മാവനാണെങ്കിൽ ചെവിക്ക് പിടിച്ചാൽ പറ്റുള്ളൂ. ഇതിങ്ങനെ ചെയ്യോ? ഇല്ല. പെണ്ണ് കെട്ടേണ്ട അവരുടെ വിധിയുണ്ട്, ആ സമയത്ത് നടക്കും. ശരിയത്. ദേ വാടാ.